കൊല്ലുന്നവൻ അറിയുന്നില്ല എന്തിനാണ് കൊല്ലുന്നത്, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല എന്തിനാണ് ഞാൻ കൊല ചെയ്യപ്പെടുന്നതെന്ന്. തീർച്ചയായിട്ടും മയക്കുമരുന്ന് മദ്യം ഇത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, പ്രവാസ ലോകത്തും അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലും ഇതുപോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് നമ്മുടെ സമൂഹം. ഒരു ദിശാബോധം നൽകാൻ ആരുമില്ലേ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരെ പോകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ നാർക്കോട്ടിക്സിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എത്രയോ ഇരട്ടിയാണ്. ഈ അടുത്ത കാലത്ത് അതിനു വേണ്ടിയുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, കൃത്യമായ അവബോധവും സാമൂഹ്യ ചുറ്റുപാടിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവരലാണ് ഇതിനു വേണ്ടിയുള്ള ഒരു പരിഹാരം. രണ്ടാമതായി എനിക്ക് വളരെ പ്രധാനപ്പെട്ട് പറയാനുള്ളത്, നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലും ഇതിന്റെ ഉപയോഗം വളരെ കണ്ടമാനം കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ സത്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ പലരും ഇതിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അലട്ടുന്ന ഒരു പേടി എന്ന് പറയുന്നത്, അവര് ഏതെങ്കിലും ചികിത്സക്ക് പോയി കഴിഞ്ഞാൽ അവര് ഇവിടെ ഹെൽത്ത് ആവുമോ കുടുങ്ങി പോകുമോ എന്നുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ എല്ലാ വിദേശ രാജ്യങ്ങളിലും, മിക്കവാറും എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇത്തരം ചികിത്സ നടത്തുന്നത് 100% ഫ്രീ ആണെന്ന് മാത്രമല്ല, നിങ്ങൾ എവിടുന്ന് കിട്ടി ഏതെങ്കിലും രൂപത്തിലുള്ള ഇതിന്റെ സോഴ്സിനെ കുറിച്ചോ നിങ്ങളുടെ ഉപയോഗത്തെ കുറിച്ചോ യാതൊരുവിധ ചോദ്യവുമില്ലാതെ അങ്ങനെ വരുന്ന ആളുകൾക്ക് സഹായിക്കാനുള്ള അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഫ്രീ ആയി ലഭിക്കുന്നു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഇതിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടിയുള്ള പ്രവാസികൾ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇത്തരം നമ്മുടെ മീഡിയകളിലൂടെ കൊണ്ടുവരാൻ നമുക്കാവട്ടെ. എല്ലാവിധ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇനിയും ആവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും.